സെറ്റ് ചെയ്തു. പഠിക്കാനും പോകാണ്ട് പണിയെടുക്കാണ്ട് വീട്ടിൽ കുത്തിയിരുന്ന അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉള്ള ബോയ്സിനെ ഫോൺ വിളിച്ചിരുന്ന അനിയത്തി ഇവിടെ പഠിക്കാതെയും പോകാതെ വീട്ടിൽ കുത്തിയിരുന്ന് അപ്പുറത്തും ഇപ്പുറത്തുള്ള ബോയ്സിനെ വിളിക്കുന്ന സഹോദരി. എടാ ഉളുപ്പുണ്ടോടാ? ഞാനേ പ്രശ്നേഷ് അല്ലാന്ന് നീ വരാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. നൈസായിട്ട് എസ്കേപ്പ് അടിക്കാനെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കിപ്പോ ഒരു നേരെകൾ വാരത്തിരിക്കുകയോ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു അപരാധമാണെന്നായിരുന്നു അമ്മച്ചി പറഞ്ഞു. വാരി തരുന്നതിന് മുമ്പ് വൈഫിന്റെ കൈയൊക്കെ സാനിറ്റൈസർ ഇട്ട് കഴിവുകൂടോ എൻ്റെ പൊന്നുമോനെ? ഈ സോഷ്യൽ മീഡിയയിൽ അവൻ കാണുന്ന അവനല്ല, ഈ പറയുന്ന വൃത്തിയുടെ കാര്യത്തിലാണെങ്കിൽ പോലും പേഴ്സണൽ ഹൈജീൻ പോലും ഇല്ലാത്തൊരു വ്യക്തിയാണ് ഈ സാനിറ്റൈസറും കൊണ്ട് നടക്കുന്ന ഒരാൾ. അങ്ങനെ വീട്ടില് ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഇതിപ്പം ഇവന്റെ പേഴ്സണൽ ഹൈജീനിക്കിനെ കുറിച്ച് പുള്ളിക്കാരത്തെ എക്സ്പോസ് ചെയ്യുന്ന കാര്യം നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. പക്ഷേ ഇത്രയും കാലം പറയാതെ ഇപ്പോൾ ഒന്ന് സംസാരിക്കുന്നത്, ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. പച്ചവീട് പ്രശ്നേഷ് എന്ന് ഞാൻ വിളിക്കുന്നില്ല. എല്ലാവരും പ്രശ്നങ്ങളുള്ള ആൾക്കാരാണ്. നമ്മളെല്ലാവരും കുറ്റങ്ങളും കുറവുകളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഓരോ സാഹചര്യങ്ങൾ അനുസൃതമായിട്ട് പലതരത്തിൽ റിയാക്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്. അതുകൊണ്ട് ആരും പെർഫെക്റ്റ് ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ ഞാനൊരു വ്യക്തിയെ ഒറ്റപ്പെടുത്തി അയാൾ ഇങ്ങനെയാണ് ഏറ്റവും വലിയ മോശക്കാരനെന്ന് പറയുന്നില്ല. പക്ഷേ ഒരിടത്ത് ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യത്തില്ല, ഞാൻ വേറെ സാഹചര്യത്തിൽ നിൽക്കുമായിരുന്നു. പക്ഷേ എനിക്ക് ഈ ഒരു കാര്യം പറഞ്ഞില്ല, എനിക്ക് എന്നോട് തന്നെ ഒരു ഇത് തോന്നും. അല്ലാതെ ഇതിപ്പം എത്ര പേര് കാണുമെന്നൊന്നും അറിയത്തില്ല. പക്ഷേ എനിക്കിത് പറയാതിരിക്കാൻ പറ്റത്തില്ല. മിസ്റ്റർ പെർഫെക്റ്റ് എന്ന് ഞാൻ ഇവനെ വിളിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇവൻ്റെ പേര് രോഹിത് എന്നാണ്. ഇവൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ ഇവൻ തീർന്ന് കേൾപ്പിച്ചുതരാം. അച്ഛനോട് പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അച്ഛൻ പുറത്ത് പൈസയും കൊടുത്തിട്ട് ആളെ വെച്ചിട്ട് നടക്കാഞ്ഞ കാര്യങ്ങളാണ് കഴിഞ്ഞൊരു രാത്രി കൊണ്ട് ഫ്രീ ആയിട്ട് എൻ്റെ അമ്മ ചെയ്ത് കാണിച്ചത്. അനിയത്തി ഡിഗ്രി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കൂടെ ഗ്രീൻ ഹൗസിൽ വരുന്നെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, നീ വരുന്നെങ്കിൽ വന്നു. ഇതിനകത്തുനിന്ന് ഞാൻ സോഷ്യൽ മീഡിയയുടെ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു. അതൊക്കെ ഞാൻ പ്രോപ്പർ ആയിട്ട് തന്നെ സെറ്റ് ചെയ്തു. പഠിക്കാനും പോകാണ്ട് പണിയെടുക്കാണ്ട് വീട്ടിൽ കുത്തിയിരുന്ന അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉള്ള ബോയ്സിനെ ഫോൺ വിളിച്ചിരുന്ന അനിയത്തി. ഇവിടെ പഠിക്കാതെയും പോകാതെ വീട്ടിൽ കുത്തിയിരുന്ന് അപ്പുറത്തും ഇപ്പുറത്തുള്ള ബോയ്സിനെ വിളിക്കുന്ന സഹോദരി. എടാ ഉളുപ്പുണ്ടോടാ? എനിക്ക് ഇതിനെക്കാട്ടിലും വളരെ നല്ല രീതിയിൽ റേസ് ചെയ്ത് സംസാരിക്കണമെന്നൊക്കെ ഉണ്ട്. ആക്ച്വലി നിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളതും നിൻ്റെ മുഖം ഫേക്കാണെന്നുള്ള കാര്യം ഇവിടെ റിവീലായി കഴിഞ്ഞു. സ്വന്തം സഹോദരി, അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വന്ന 2 സഹോദരങ്ങൾ. അതിനകത്ത് മൂത്തതെന്ന് പറയുന്ന നീ, മൂത്തത് ഇളയത് എന്തോ ആയിക്കൊണ്ട് പോട്ടെ, നിൻ്റെ സ്വന്തം സഹോദരിയെ പറഞ്ഞത് കണ്ട ബോയ്സുമായിട്ട് ചാറ്റും ചെയ്ത് ഫോൺ വിളിച്ച് ഒക്കെ ഇരിക്കുന്നതാണ്. എടേ, ഈ ബയോളജിക്കൽ നീഡ്സ്, നീ മറ്റേ ഈ മറ്റേ കടലോരത്തുള്ള സിറിഞ്ച് പറക്കാൻ വേണ്ടിയിട്ടും മറ്റുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിൻ്റെ അമ്മയെയും നിൻ്റെ സഹോദരിയെയും ഇറക്കി നീ ചെയ്ത വീഡിയോസൊക്കെ കണ്ടിട്ടാണ് മറ്റു പല ആൾക്കാരും നിന്നെ കുറ്റപ്പെടുത്തിയ സമയത്ത് പോലും ഞാൻ എൻ്റെ വീഡിയോയ്ക്കകത്ത് ഒരു മയത്തിൽ ഞാൻ സംസാരിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നു. അന്നൊന്നും പലരും പ്രശ്നേഷ് പച്ച വീട് മറ്റത് മറിച്ച് നിരന്തരം വീഡിയോ വന്ന സമയത്ത് പോലും ഞാൻ അത് ചെയ്യാത്തെന്നറിയാമോ? ഒരു പയ്യൻ എന്തൊക്കെ പറഞ്ഞാലും സമൂഹത്തിൽ എന്തൊക്കെയോ ഒരു ഗുണം അവനെ കൊണ്ട് ഉണ്ട് എന്നുള്ളത് കാരണം കൊണ്ടാണ്. പക്ഷേ നീ ഒന്നുമല്ലാതായി മാറിയത് ഈ ഒരൊറ്റ വാക്കുകൊണ്ടാണ്. നിൻ്റെ സ്വന്തം സഹോദരിയാണ്. നിൻ്റെ സ്വന്തം സഹോദരിയെ നീ പറഞ്ഞേക്കുന്നത് കണ്ടവന്മാരുമായിട്ട്. എടേ, ബയോളജിക്കൽ നീഡ് എന്നുള്ളൊരു കാര്യം അറിയാമോ? നിൻ്റെ സ്വന്തം സഹോദരിയാണെങ്കിലും ആ സഹോദരിക്ക് ഋതുമതിയായി കഴിഞ്ഞാൽ, പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അവർക്ക് ഫിസിക്കൽ ആയിട്ടും മറ്റുള്ള പല കാര്യങ്ങളായിട്ടും അട്രാക്ഷൻസും ഓപ്പോസിറ്റ് ജെൻഡറിനോടോ സെക്ഷലായിട്ടുള്ള പല കാര്യങ്ങളൊക്കെ തോന്നും. ചിലപ്പോൾ സംസാരിച്ചെന്ന് വരും, ചിലപ്പോൾ മെസ്സേജ് അയച്ചെന്ന് വരും, പല കാര്യങ്ങൾ ചാറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വരും. ഇതിനെല്ലാത്തിനും നീ ഭയങ്കര ഒഫൻഡഡ് ആയിട്ട് പെരുമാറുന്നതിനാണ്. നീ കടൽക്കരയിലുള്ള സിറിഞ്ച് പറക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ അത് അവരുടെ ആഗ്രഹമാണെന്ന് നിനക്ക് പറയാൻ പറ്റൂലേ? അങ്ങനെയാണെങ്കിൽ നീ ആ ഒരു കാര്യത്തിനെ കുറിച്ച് നീ എന്തായിരിക്കും നീ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്? സ്വന്തം സഹോദരിയെക്കുറിച്ച് പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് ഒരു ഉളുപ്പുമില്ലാതെ വന്നിട്ട് ഇത്രയും വൃത്തികെട്ട കാര്യം പറയുന്നത് നീ എന്ത് സാമൂഹിക മുന്നേറ്റമാണ് നടത്താൻ വേണ്ടിയിട്ട് പോകുന്നത്? എന്ത് പരിഷ്കാരമാണ് സമൂഹത്തിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്? എന്തൊരു മെസ്സേജാണ് സമൂഹത്തിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്? ഞാൻ ഇവൻ്റെ കുറേ കാലത്തിന് മുമ്പുള്ള ഇവൻ്റെ സഹോദരി അമ്മ അടക്കമുള്ള വീഡിയോസൊക്കെ ഞാൻ കാണുന്ന ഒരാളാണ്. മുമ്പ് ഒരു വാടക വീട് പ്രശ്നം വന്ന സമയത്ത് ആ വാടക വീട്ടുകാരുടെ അടുത്തുള്ള പ്രശ്നം, ഇങ്ങനെ പല കാര്യങ്ങളും പണ്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇപ്പോഴൊന്നുമല്ല, ഈ പുള്ളി റീച്ചായി വരുന്നതിന് തൊട്ട് മുമ്പ് ആ സമയങ്ങളിലൊക്കെ എന്തോ ഒരു ജോലിയൊക്കെ ഉണ്ടായിരുന്നു. MBA ഒക്കെ പഠിച്ചതോ എന്തോ ഒക്കെയാണ്. ആ ജോലിയൊക്കെ വിട്ടിട്ട് ഇങ്ങനെ, സത്യം പറഞ്ഞാൽ അന്നൊക്കെ കട്ട ഫോളോവറായിരുന്നു ഞാൻ ഈ പുള്ളിക്കാരെ. ഒരു സാമൂഹിക മുന്നേറ്റം, ജോലി ഇല്ലാത്ത നമ്മുടെ ഇടയിൽ ഒരു പയ്യൻ വൈറ്റ് കോളർ ജോബ് ഉപേക്ഷിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ക്ലീനിങ് ജോലിയൊക്കെ ചെയ്ത് പണിയെടുത്ത് ജീവിക്കുക എന്നൊക്കെ പറഞ്ഞു. അപ്പം ഇങ്ങനെ എന്താണ്, ക്യാമറ ഇങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ ക്ലീൻ ആവാത്ത സ്ഥലം പിന്നെ 2 സെക്കൻഡ് കഴിയുമ്പോൾ ക്ലീൻ ആയി മാറുന്ന ആ ഒരു കഷ്ടപ്പാടിനെ കണ്ടപ്പോൾ എനിക്ക് സല്യൂട്ട് ചെയ്യാൻ തോന്നിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ചെയ്തൊരു വ്യക്തി കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം സമൂഹത്തിന് മൊത്തം നന്നാക്കാൻ ശ്രമിച്ചു. ഓക്കെ, അതും സമൂഹത്തിന് നല്ലത്. എന്തായിരുന്നാലും അയാൾ കുറേ ആൾക്കാർ വിമർശിക്കുന്നെങ്കിലും എന്തൊക്കെയോ നല്ലത് ഉണ്ട് എന്നുള്ള കാര്യമാണ്. പക്ഷേ ഇപ്പം ഇവൻ ഈ പറഞ്ഞതിലൂടെ ഇവൻ എന്നുള്ളൊരു വ്യക്തി സത്യം പറഞ്ഞാൽ വെറും നമ്മുടെ ബോഡിയിൽ നിന്നും നല്ല ആഹാരം കഴിച്ചതിന് ശേഷം കൊണ്ട് കളയുന്ന ആ ഒരു വേസ്റ്റ് പോലെ അത്രയും വൃത്തികെട്ടതാണ് ഇവൻ്റെ മനസ്ഥിതി എന്നുള്ള കാര്യം പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് സ്വന്തം കുടുംബത്തിനെ കൊണ്ട് നിർത്തി ഇങ്ങനെ പറഞ്ഞപ്പോൾ മനസ്സിലായി.
ഇതിൽ കൂടുതലൊന്നും നിനക്ക് മറുപടി തരാൻ അറിയാത്തതുകൊണ്ടോ ഭാഷകൾ ഉപയോഗിക്കാൻ അറിയാത്ത ഒരാളോ അല്ല ഞാൻ. പക്ഷേ നീ അത് അർഹിക്കുന്നില്ല. അത്രയും പോലും ഞാൻ നിനക്ക് വേണ്ടി ചിലവാക്കുന്നത് എൻ്റെ ഈ ഭൂമിയിലെ ജീവിതത്തിൻ്റെ അകത്ത് നിനക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത്രയും സംസാരിക്കുന്നത് എനിക്ക് ഏറ്റവും വേസ്റ്റ് നഷ്ടപ്പെടുന്ന സമയമാണെന്ന് ഉള്ള തോന്നലുകൊണ്ടാണ് ഞാൻ ഒരുപാട് ദൈർഘിപ്പിക്കത്തില്ല ഈ വീഡിയോ. അത്രയും നീ അർഹിക്കുന്നില്ല. ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തോ, പക്ഷെ അതിന്റെ കൂട്ടത്തിൽ നിന്റെ കാലിൽ നിന്നിട്ട് വേണം നീ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. അതായത് സ്വന്തം കാലിൽ നിൽക്കാൻ ആദ്യം പഠിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ രക്ഷപ്പെടാൻ പോകില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ അനിയത്തിയെ കണ്ടുകൂടാത്തവനായി, ഞാനിപ്പോൾ അമ്മയെ കണ്ടുകൂടാത്തവനായി, അതുപോലെ അമ്മയ്ക്ക് ഞാൻ പ്രശ്നേഷായി, ഞാൻ എൻ്റെ ഭാര്യയെ കല്യാണം കഴിച്ചോടുകൂടി മാറിപ്പോയി. പണ്ട് ഇപ്പോൾ മൊത്തത്തിൽ സോഷ്യൽ മീഡിയയിൽ കാണുന്നൊരു കാര്യമാണ്, ഡിഫൻഡർ ആണോ ബുക്ക് ചെയ്തേക്കുന്നത് അതോ ഫോർച്യൂണർ ആണോ ബുക്ക് ചെയ്തേക്കുന്നത്. ഇനി കുടുംബ കലഹം കലാപരിപാടികളൊക്കെ ആയി. ഇപ്പം സ്വാഭാവികമായിട്ടും ഇവൻ്റെ ഈ ഒരു സ്വഭാവം പബ്ലിക്കലി എക്സ്പോസ്ഡ് ആയതുകൊണ്ട് വർക്കുകൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ എത്രത്തോളം കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. കിട്ടട്ടെ, ഒരാൾ ഉപജീവന മാർഗം നശിക്കണമെന്ന് ഞാൻ പറയത്തില്ല. സോഷ്യൽ മീഡിയ ഫൈറ്റും മറ്റുള്ള കാര്യങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയ ഇട്ട് കൊണ്ട് അലക്കുന്നത് അതിന് ചിലപ്പോൾ വേറെ ഇൻറ്റൻഷൻ ഉണ്ടാകും. റീച്ച് തന്നെ ആയിരിക്കണം മേ ബി. കാരണം എല്ലാവരും ഇത് ചെയ്യുന്നത് വളരെ നിഷ്കളങ്കമാണെന്ന് ചിന്തിക്കരുത്. ഈ സോഷ്യൽ മീഡിയക്കകത്ത് ബഹുഭൂരിപക്ഷം ആൾക്കാർ കോണ്ടന്റ് ക്രിയേഷൻ്റെ ഭാഗമായിട്ട് കുടുംബ പ്രശ്നങ്ങൾ കൊണ്ടിടുന്നുവെങ്കിൽ ദാറ്റ്സ് സംതിങ് ബിഹൈൻഡ് ദിസ്. അതിൻ്റെ പുറകിൽ എന്തൊക്കെയോ ഒരു സാധനം ഉണ്ടാവും എന്നുള്ള കാര്യം നിങ്ങൾ മണ്ടന്മാരാവാതെ മനസ്സിലാക്കണം. ഇപ്പം പുള്ളി യൂട്യൂബിൻ്റെ അകത്ത് ഇതിനെക്കുറിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിന് പിന്നാലെ വരാം. ഇതൊന്ന് മൊത്തം കംപ്ലീറ്റ് ചെയ്യട്ടെ. അച്ഛനൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ തുടങ്ങിയ സമയത്ത് എൻ്റെ അമ്മയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടായ സമയത്ത് അമ്മ എനിക്ക് സംസാരിച്ചു ഇതിനെങ്ങനെയും ഒരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട്. അതുപോലെ ഇല്ലാത്ത BGM ഒക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് നിന്റെ ഇനിയുള്ള കൊണ കേൾക്കണ്ട താല്പര്യമില്ല. നീ കൊണ അടിച്ചോണ്ടിരി, എനിക്കത് കേൾക്കേണ്ട താല്പര്യമില്ല. അച്ഛൻ്റെ അടുത്ത് അൽത്താഫ് വ്ളോഗ്സിൻ്റെ അകത്ത് അൽത്താഫിൻ്റെ ചാനലിനകത്ത് ഇവൻ്റെ സഹോദരി വന്ന് സംസാരിക്കുന്നൊരു വോയിസിൻ്റെ ചെറിയൊരു ഭാഗമുണ്ട്, അതൊന്ന് കേൾക്കാം. രോഹിത്തിന്റെ സഹോദരി സംസാരിക്കും. ട്രെയിനിങ് വർക്കൊക്കെ ചെയ്യുന്ന രോഹിത്തിന്റെ സഹോദരിയാണ് സംസാരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഓൾറെഡി നിങ്ങൾ ഓക്കെ ആയിരുന്നു, നിങ്ങൾ എല്ലാവരും ഫാമിലി ആയിട്ട് കഴിഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ എന്താണ് ഇഷ്യൂ? കഴിഞ്ഞ ദിവസം രോഹിത്തിന്റെ ഒരു വീഡിയോ കണ്ടായിരുന്നു, അതിനുശേഷമാണ് നിങ്ങൾ എന്നെ വിളിക്കുന്നത്. പേരെന്താണ്? ഓക്കെ, റോഷിക്ക് ഇപ്പൊ പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ പറ. ഇത് ഇപ്പൊ തുടങ്ങിയ പ്രശ്നങ്ങളല്ല ബ്രോ, കുറച്ച് ദിവസം കുറെ നാളായിട്ട് പ്രശ്നങ്ങളുണ്ട്. പിന്നെ ആരും സ്വന്തം നെഗറ്റീവ് സൈഡ് സോഷ്യൽ മീഡിയയിൽ ഇടത്തില്ലല്ലോ, അവരെ ന്യായീകരിച്ചല്ലേ ഇടൂ. അപ്പൊ അവന്റെ നല്ല സൈഡ് മാത്രം കാണിച്ചുകൊണ്ട് പോകും. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഈ സോഷ്യൽ മീഡിയയിൽ അവൻ കാണുന്ന അവനെയല്ല, ഈ പറയുന്ന വൃത്തിയുടെ കാര്യത്തിലാണെങ്കിൽ പോലും പേഴ്സണൽ ഹൈജീൻ പോലും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ഈ സാനിറ്റൈസറും കൊണ്ട് നടക്കുന്ന ഒരാള്. അങ്ങനെ വീട്ടില് ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഇതിപ്പം ഇവന്റെ പേഴ്സണൽ ഹൈജീനിക്കിനെ കുറിച്ച് പുള്ളിക്കാരത്തെ എക്സ്പോസ് ചെയ്യുന്ന കാര്യം നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. പക്ഷേ ഇത്രയും കാലം പറയാതെ ഇപ്പോൾ വന്ന് സംസാരിക്കുന്നത് ഈ പറയുന്ന ഇവന്റെ എല്ലാ വൃത്തികേടിനെയും കൂട്ടുനിന്ന ഫാമിലി ആയിട്ടാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. അല്ലാതെ ഇവരെ ഭയങ്കരമായിട്ട് ഗ്ലോറിഫൈ ചെയ്യാനൊന്നും എനിക്ക് താല്പര്യമില്ല. ബിക്കോസ് ഈ ഒരു കുടുംബം അവൻ കള്ളത്തരം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കള്ളത്തരത്തിന് കൂട്ടുനിന്നതിനകത്ത് ഒരാളായിട്ട് ഈ സഹോദരിയുണ്ട്. അതായത് പേഴ്സണൽ ഹൈജീനിക്കിന്റെ കാര്യം, അവൻ ഈ പറയുന്ന സാനിറ്റൈസറും കൊണ്ട് നടക്കുന്ന കാര്യം, ഈ സമൂഹത്തിന് മൊത്തം വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് അമ്മ, മകൻ ഇവരെല്ലാം ഇറങ്ങി നടന്ന കാര്യം ഞാൻ ആരെയും ഭയങ്കരമായിട്ട് അപമാനിക്കുന്നതല്ല. ആക്ച്വലി ഒരാൾ കള്ളത്തരം ചെയ്യുന്നു, ആ കള്ളത്തരത്തിൽ കൂട്ട് നിൽക്കുന്നെങ്കിൽ, ഒരു കൊലപാതകം നടക്കുമ്പോൾ ആ കൊലപാതകത്തിന് കൂട്ട് നിൽക്കുന്നത് കൊലപാതകത്തിന് വധിക്കുന്ന അയാൾ ചെയ്യുന്ന തെറ്റിനോളം തന്നെ പോകുന്ന തെറ്റാണ്. അതായത് പച്ച വീട്ടിൽ പ്രശ്നേഷ് എന്ന് പറയുന്ന ഈ വ്യക്തി എത്രത്തോളം തെറ്റുകാരനാണോ അതുപോലെ തന്നെയാണ് ഈ സഹോദരി കുറ്റക്കാരി. കാരണം സമൂഹത്തിൻ്റെ മുമ്പിൽ ഇതിനു മുമ്പ് എന്തുകൊണ്ട് അദ്ദേഹം ചെയ്യുന്ന ഈ കാര്യം വൃത്തികെട്ട പരിപാടിയാണ്, ഒരു തരത്തിലും സ്വഭാവവും അയാളുടെ രീതികളും ഇതുമായിട്ട് യാതൊരു തരത്തിലും താരതമ്യം ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് ചെയ്യുന്നതെങ്കിൽ ഒരു എന്താ പറയുക ക്രെഡിബിലിറ്റി ഉള്ള ആൾക്കാർ, സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ആൾക്കാർ അതിന് കൂട്ടു നിൽക്കത്തില്ല. അത് അമ്മയാണെങ്കിൽ ശരി, അച്ഛനാണെങ്കിൽ ശരി, ആരാണ് സഹോദരിയാണെങ്കിൽ ശരി, അതിന് കൂട്ടുനിന്ന് അവന് വേണ്ടിയിട്ടുള്ള എല്ലാ പരിപാടികൾക്കും കൂട്ടുനിന്ന് അവർ ഇപ്പം നിങ്ങൾ തമ്മിലുള്ള എന്തോ പ്രശ്നങ്ങൾ പുറത്തു വന്നതിന് ശേഷം വന്നിരുന്നത് പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് പറയുമ്പോൾ നിങ്ങൾ ഗ്ലോറിഫൈ ചെയ്യാനോ നിങ്ങൾ ശരിയാണെന്ന് പറയാനോ എനിക്ക് പറ്റത്തില്ല. ഓൾറെഡി കുറെ നാളായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഈ കഴിഞ്ഞ മൺഡേ 12-ാം തീയതി 12 മണിയോട് അടുക്കെ വീട്ടില് വേറെ 2 ആമ്പിള്ളാരുമായിട്ട് വന്നു. എന്നിട്ട് ഈ വ്യക്തി ഗേറ്റ് ചാടി കടന്ന് ജനലിലും കഥകളും ഒക്കെ തല്ലി പൊട്ടിക്കുന്ന കണക്ക് ഭയങ്കരമായിട്ടും അടിയായിരുന്നു. എന്നിട്ട് ആ സൗണ്ട് കേട്ട് നാട്ടുകാർ ഓടിച്ചു വിടുമായിരുന്നു. അതിന്റെ വീഡിയോ ഞാൻ ബ്രോക്ക് അയച്ചിട്ടുണ്ട്. ഈ സംഭവത്തെ വളച്ചൊടിച്ച് സ്വന്തം സൈഡിൽ ന്യായീകരിക്കുന്ന കണക്കാണ് പുള്ളി ഇപ്പൊ വീഡിയോ ഇട്ടേക്കുന്നത്. അത് എന്താണെങ്കിൽ പോലും ഇങ്ങനെ ആ വീഡിയോ കാണുമ്പോൾ ഓൾമോസ്റ്റ് കുറച്ചൊക്കെ അറിയാൻ പറ്റും. നാട്ടുകാർ ആ പ്രശ്നം കേട്ട് ഓടി വരുമായിരുന്നു. ഇതിനു മുന്നും വീട്ടിൽ പ്രശ്നം ഉണ്ടായി, എന്നെ മർദ്ദിച്ചു. അന്ന് ഈ നാട്ടുകാരൊക്കെ തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസം പാതിരാത്രി പ്രശ്നം ഉണ്ടായ സമയത്തും. എടാ ആദ്യം സ്വന്തമായിട്ട് നന്നാവടാ പ്രശ്നേഷേ. രോഹിത്തെ നിന്റെ പേര് വിളിക്കുമ്പോൾ തന്നെ എനിക്കതിനകത്ത് നല്ലൊരു തെറിയും വരുന്നുണ്ട്. ആക്ച്വലി നീ നന്നാവടാ. ആക്ച്വലി എല്ലാവർക്കും പ്രശ്നമുണ്ട്, എല്ലാവർക്കും കുഴപ്പങ്ങളുണ്ട്. ഈ ലോകത്ത് ആരും പെർഫെക്റ്റ് അല്ല. നീ പെർഫെക്റ്റ് അല്ല എന്ന് ഞാൻ നിന്നെ പറയുമ്പോഴും ഞാൻ പെർഫെക്റ്റ് അല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ പറയട്ടെ, നീ ആദ്യം നന്നാവ്. നീ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് ഒരു ഫേക്ക് ആയിട്ടുള്ള സാധനം, ഒരു ഡ്രാമ കളിച്ചുകൊണ്ട് നീ എത്ര കാലം മുന്നോട്ട് പോകും? ഞാൻ നിൻ്റെ അടുത്തൊരു കാര്യം ചോദിക്കട്ടെ. കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം നിനക്ക് ഒരു കുഞ്ഞു ജനിക്കും.
നീ ഈ ഫേക്ക് ഡ്രാമയും മറ്റുള്ള പരിപാടികളെല്ലാം കാണിച്ചുകൊണ്ട് നീ സോഷ്യൽ മീഡിയയ്ക്കകത്ത് ഇരുന്നുകൊണ്ട് പച്ച വീട് പ്രശ്നേഷമായിട്ട് നീ ആ ഒരു നെഗറ്റീവിനെ തന്നെ ഇങ്ങനെ വളർത്തി വലുതാക്കി നിന്റെ പേഴ്സണൽ ഹൈജീനിക് ഇല്ലായ്മയും നിന്റെ വൃത്തികേടുകളും മൊത്തം ആ കുട്ടി കണ്ടു വളരുകയും ആ കുട്ടി നിന്നെപ്പോലെ തന്നെ ആയി മാറുകയും ചെയ്തു കഴിഞ്ഞാൽ സാമൂഹിക ദ്രോഹിയെ ഉണ്ടാക്കുന്നതിന് തുല്യമല്ലടാ അത്. നീ ഒരു സാമൂഹിക ദ്രോഹിയാണിപ്പോൾ. സമൂഹത്തിന് യാതൊരു തരത്തിൽ പോലും ഒരു 10 അടി മാറി നിൽക്കാൻ മാത്രം പോകുന്ന വൃത്തികെട്ട സ്വഭാവത്തിനുടമയാണ്. നിന്റെ സഹോദരിയെ ഞാൻ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ ആ സഹോദരിയെ നീ പബ്ലിക്കിന്റെ മുമ്പിലേക്ക് പറഞ്ഞൊരു വാക്കുണ്ട്, കണ്ടവന്മാരെല്ലാം വിളിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സ്ത്രീ, അഥവാ ഒരു സ്വന്തം സഹോദരിയെ സ്ലട്ട് ഷെയിമിങ് ചെയ്യുന്ന ഒരു നാറിയെ എൻ്റെ ഈ അടുത്ത കാലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല, ഇത്രയും വലിയൊരു നാറിയെ. മനസ്സിലായില്ലേ? നീ അതുകൊണ്ട് നിന്റെ അമ്മയെ കുറ്റം പറയുന്നു, നിന്റെ സഹോദരിയെ കുറ്റം പറയുന്നു. എന്തിനു വേണ്ടി? എത്ര നാളത്തേക്കാണ് നീ ജീവിക്കുന്നത്? 1500 കൊല്ലം ജീവിക്കുമോ? കുറേ കാലം ജീവിക്കുമോ? നിന്റെ പ്രസവിച്ച ഉദരത്തിൽ ആ ഉദരത്തിനെ കുറ്റം പറഞ്ഞ് നിന്റെ കൂടെ നിന്റെ കൂടെ തന്നെ വന്ന ആ സഹ ഉദരം ഇല്ലേ, നിന്റെ അമ്മയുടെ അതേ ഉദരത്തിൽ തന്നെ ജനിച്ച് നിന്റെ സഹോദരിയും കുറ്റം പറഞ്ഞ് നീ ഇന്ന് പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് അവരെ ഇട്ടുകൊടുത്തിട്ട് നിൽക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ വലിയ ഡ്രാമ പരിപാടികളോ വല്ലതും ഉണ്ടോ? ഇനിയിപ്പം നിന്റെ ക്ലീനിങ് പരിപാടികളുടെയൊക്കെ സംഭവം ഡൗൺ ആയോ? ഇനി റീച്ച് വേണ്ടിയിട്ട് കുടുംബ പ്രശ്നം ഉണ്ടാക്കിയിട്ട് നീ ഇപ്പം യൂട്യൂബിൻ്റെ അകത്ത് കയറി അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങളാക്കാണോ? അറിയില്ല. നീ എൻ്റെ വീഡിയോ എടുത്ത് വെച്ചിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ നീ ഉണ്ടാക്കുക. നിനക്ക് ആ ഉണ്ടാക്കുന്നതിനുള്ള മറുപടി ഞാൻ അണ്ണാക്കിലേക്ക് തന്നെ തരും. ഇത് മാന്യമായിട്ടുള്ള മറുപടി. അതിനുശേഷം നീ ഇത് പല ആൾക്കാരെ എടുത്തിട്ട് നീ കുണയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നീ എൻ്റെ എടുത്തിട്ടുണ്ട് നീ കുണയുമായിട്ട് നീ വന്നിട്ടുണ്ടെങ്കിൽ നിനക്കുള്ള മറുപടി എങ്ങനെയായിരിക്കും ഞാൻ തരിക എന്നുള്ള എൻ്റെ തുടക്കം മുതലേ പൂർവ്വകാലം മൊത്തമുള്ള വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം ഞാൻ എങ്ങനെ ഏത് ലെവലിലേക്ക് പോയി സംസാരിക്കുന്നു. അതുകൊണ്ട് ഞാൻ പറയാം, നാണമുണ്ടോടാ നിനക്ക്? മാറി നിങ്ങൾ സഹോദരങ്ങളല്ലേ? അല്ല, പണയത്തിലാണ് താമസിക്കുന്നത്. കാശ് എന്ന് വെച്ചാൽ 7.5 ലക്ഷം ആയിരുന്നു അതിന്റെ പണയക്കരാറിലുള്ള എമൗണ്ട്. അതിൽ 5 ലക്ഷം അമ്മയുടേതും 2.5 ലക്ഷം രോഹിത്തിന്റേതും ആയിരുന്നു. അതില് പക്ഷെ അവന്റെ പേരിലാണ് പണയക്കരാർ എഴുതിയിരിക്കുന്നതും അവന്റെ അക്കൗണ്ടിൽ നിന്നാണ് ഓണർക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്തത്. ഈ വ്യക്തി എന്റെ ഗോൾഡ് പണയം വെച്ചിട്ടാണ് ഇവന്റെ കാർ എടുക്കാനായിട്ടുള്ള കുറച്ച് ഫണ്ട് റേസ് ചെയ്ത. അപ്പൊ ഇവന്റെ ഭാര്യയുടെ കൂടെ വെളിയിൽ പോകാനായിട്ട് സ്പൗസ് വിസയ്ക്ക് വെളിയിൽ പോകാനായിട്ട് നിൽക്കുന്നതുകൊണ്ട് ആ സമയത്തേക്കും ഓണർ ഈ പൈസ തരുമോ ഇല്ലയോ ഒന്നും അവൻ അറിയില്ല. അതുകൊണ്ട് എന്റെ ഗോൾഡ് അവന് വിൽക്കണമെന്നും പറഞ്ഞ് ഇതിനു മുന്നേ ഏപ്രിൽ മാസം 3-ാം തീയതി പ്രശ്നം ഉണ്ടാക്കുകയും എന്നെ മർദ്ദിക്കുകയും ചെയ്തായിരുന്നു. ഓക്കെ, ഏപ്രിൽ മാസം 3-ാം തീയതി മർദ്ദിച്ചു, അതിന് മുമ്പ് സംഭവിച്ചു, എന്തൊക്കെയൊക്കെ സംഭവിക്കുന്നുണ്ട്. എന്തായാലും കൊള്ളാം. ഇനി നമ്മുടെ പ്രശ്നേഷിന്റെ ചാനലിൽ വന്നൊരു വീഡിയോയുടെ ചെറിയൊരു ഭാഗം മാത്രം കാണാം. അവൾക്കൊന്നും പൈസ കൊടുത്തിട്ടില്ലെന്നല്ലേ പറഞ്ഞത്. എന്റെ കയ്യിൽ ഞാൻ സ്ക്രീൻഷോട്ട്സ് വേണേ കാണിക്കാം. ഇവിടെ 3000 രൂപ അവള് ഗ്രീൻ ഹൗസിന്റെ കമ്പനിയിൽ ഇട്ടത് തിരിച്ചു കൊടുത്തു. അല്ലാണ്ട് ലാഭവിഹിതമൊക്കെ ആയിട്ട് കൊടുത്തതും മണിക്കാശായിട്ട് കൊടുത്തതും ഒക്കെ കുറെ. 3000 രൂപ ഗ്രീൻ ഹൗസിന്റെ കമ്പനിയിൽ ഇട്ട് തിരിച്ചു കൊടുത്തുന്ന ഒരു കമ്പനി ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ മൂലധനമായിട്ട് ക്യാപിറ്റൽ ഫോർമേഷന് വേണ്ടിയിട്ട് 1 രൂപ ഇട്ടിട്ടുണ്ടെങ്കിലും അതിന് 1500 കോടി രൂപയുടെ വളർച്ചയിലേക്ക് ആ കമ്പനി എത്തിയിട്ടുണ്ടെങ്കിൽ ആ 1 രൂപയല്ല തിരിച്ച് വരുന്നത്. കമ്പനിയുടെ മൊത്തം ആസ്തി നിന്ന് പോവേണ്ട പൈസ ഇല്ലേ? അത് എന്നും അതിൻ്റെ അകത്ത് നിന്ന് ഷെയർ പോവേണ്ടതല്ലേ? അല്ല, നീ കൊടുത്ത് സെറ്റിൽ ചെയ്തെന്ന് പറഞ്ഞാൽ 3000 രൂപ തിരിച്ചു കൊടുത്തു. ഇവൻ വെറും അല്പന. ഈ 3000 കൊടുത്തതിന് തൊട്ട് മുമ്പ് 26,500 കൊടുത്തത്. ഞാൻ എന്തെങ്കിലും മോശം ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കംപ്ലൈന്റ് കൊടുത്തോളാം. അപ്പൊ നിന്നെ പോലെ എല്ലായിടത്തും പോയി കംപ്ലൈന്റ് കൊടുത്ത് നടക്കുന്നതല്ല എന്റെ പണി. ഞാനേ പ്രശ്നേഷ് അല്ലാന്ന്. നീ വരാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. നൈസായിട്ട് എസ്കേപ്പ് അടിക്കാനെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കിപ്പോ ഒരു നേരെകൾ വാരത്തിരിക്കുകയോ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു അപരാധമാണെന്നായിരുന്നു അമ്മച്ചി പറഞ്ഞു. വാരത്തരുന്നതിന് മുമ്പ് വൈഫിന്റെ കൈയൊക്കെ സാനിറ്റൈസർ ഇട്ട് കഴുകുള്ളൂ എൻ്റെ പൊന്നു മോനെ. ഇനി ഞാനൊരു കാര്യം കൂടെ പറയാം. നീ ദാമ്പത്യ ജീവിതത്തിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഡൗട്ടാണ് കേട്ടോ നിന്റെ കാര്യത്തിനകത്ത്. വേറെ ഒന്നും കൊണ്ട് ഞാൻ പറയുന്നില്ല, അപമാനിക്കുന്നൊന്നുമല്ല. കാരണം നീ എല്ലാ സാനിറ്റൈസറും വൃത്തിയൊക്കെ നോക്കിയിട്ട് ചെയ്യുന്ന ഒരു കാര്യം മറ്റുള്ള ആളാണല്ലോ. കഴിവുള്ളവരെ നമുക്ക് മനസ്സിലാക്കാം. കഴിവ് ഏറിക്കഴിഞ്ഞാൽ എന്ത് വിളിക്കും? അനിയത്തി പണിക്ക് വേറെ ഒന്നും ചെയ്യണില്ല. അവള് പഠിക്കാൻ നോക്കണില്ല. അവളുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതായിട്ടൊന്നും ചെയ്യുന്നില്ല. ചുമ്മാ വീട്ടിൽ ഇരിക്കുന്നു എന്നതിന്റെ അപ്പുറത്ത് കുറച്ച് അഫയേഴ്സ് തുടങ്ങി. അതായത് അവളൊരു കണക്ഷൻ, അപ്പൊ ഇപ്പുറത്തൊരു കണക്ഷൻ തുടങ്ങിയപ്പോൾ മറ്റേ കണക്ഷനെ കട്ട് ചെയ്യുന്നു. ഈ 3000 കൊടുത്തതിന് തൊട്ട് മുമ്പ് 26 സ്വന്തം സഹോദരിക്ക് അവിടെ കണക്ഷൻ ഇവിടെ കണക്ഷൻ. അവൾ ലോകത്തിൻ്റെ ആ കുട്ടി വിവാഹം കഴിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. എങ്കിലും ഞാൻ ചോദിക്കുക, ആ കുട്ടി ഇനിയൊരു പ്രപ്പോസൽ വരുമെന്ന് വിചാരിക്കാം. ആ പ്രപ്പോസൽ വരാൻ ഒരുപാട് പ്രപ്പോസൽ വരും. പ്രപ്പോസൽ വരുന്ന സാധാരണ കല്യാണ മുടക്കുകൾ എല്ലായിടത്തും ഉണ്ട്. ഇത് സ്വന്തം സഹോദരൻ തന്നെ കല്യാണ മുടക്കായിട്ട് നിൽക്കുന്നുണ്ട്. ഈ പറഞ്ഞ പരിപാടികളെല്ലാം ആ അഫെയർ എന്നൊക്കെ പറഞ്ഞുള്ള കാര്യം തന്നെ പബ്ലിക് ഡൊമൈനിൽ കൊണ്ട് നിർത്തിയിട്ടുമുണ്ട് സഹോദരൻ. ആ കുട്ടിക്ക് എങ്ങനെ നല്ലൊരു ജീവിതം കിട്ടും? ഇനി എങ്ങാനും ഒരു ജീവിതം കിട്ടിയെന്ന് വിചാരിച്ചു, ജീവിതം കിട്ടി മുന്നോട്ട് പോയി കുറച്ച് നാൾ കഴിയുന്ന സമയത്ത് ആ കുട്ടിയുടെ ലൈഫ് എങ്ങനെയായിരിക്കും പിന്നെ പോവുക? ഇവൻ തന്നെ ആ കുട്ടിയുടെ ഫ്യൂച്ചറിനെ വരെ നശിപ്പിച്ചിട്ടുണ്ട്. എനിവേ, നിന്നോടൊന്നും മറ്റേ പോത്തിനോട് വേദം ഓതിയിട്ട് കാര്യമില്ലെന്ന് പറയുന്നത് പോലെ നീ ഇതിന് മറുപടിയായിട്ട് വരുവാണെങ്കിൽ എൻ്റെ പൊന്നനിയ നമുക്കത് അപ്പം കാണാം. പിന്നെ എനിക്കിത്രേ പറയാനുള്ളൂ, പ്രിയപ്പെട്ടവരെ, ഈ പബ്ലിക് ഡൊമൈനിൽ വന്നിരുന്നിട്ട് കുടുംബ പ്രശ്നവും മറ്റുള്ള പരിപാടികളും നിരന്തരം പറയുന്നവരുണ്ടെങ്കിൽ
സൂക്ഷിക്കുക. അവർക്ക് ഇൻറ്റൻഷൻ മറ്റെന്തോ ആണ്. അവൻ ഡിഫൻഡർ എടുക്കുകയോ ഫോർച്യൂണർ എടുക്കുകയോ എല്ലാം ചെയ്യട്ടെ. പക്ഷെ ഒരു കാര്യമുണ്ട്, നീ എന്ത് ചെയ്തിരുന്നാലും CCTV പോലെ മുകളിൽ ഒരു സംഭവം കാണുന്നു, അത് നീ മനസ്സിലാക്കുക. ദൈവം എന്നല്ല ഞാൻ പറയുന്നതിന്, ദൈവം എന്നേ അല്ല ഞാൻ പറയുന്നത്, നിൻ്റെ മനസാക്ഷി അത് എന്തെങ്കിലും എന്നെ റിഗ്രറ്റ് അടിക്കും. അന്ന് അളിയൻ്റെ കയ്യിൽ നിന്നെല്ലാം പോവും, പണിയെന്ന് പാളും. കേട്ടോ? ഒന്നും വരാതിരിക്കട്ടെ കേട്ടോ, ചെയ്. അപ്പോൾ ഗൈസ്, അടുത്തൊരു വീഡിയോ ട്യൂബിന് കാണുന്നത് നിങ്ങളുടെ അഭിപ്രായത്തിൽ അടുത്തൊരു വീഡിയോ ട്യൂബിന് കാണുന്നത് ഗൈസ്. ബൈ.